ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ദാണ്ടേ അമ്മയും മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ ഈ കുട്ടികൾ കിടക്കുകയാണ്. ഒരുത്ത മോളെയും താഴേക്ക് ചാടി. ഇതാ ഇവർ ഇന്നലെ രാവിലെ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് പോയി. പക്ഷേ ഇവളുമാർ ഇന്നലെ 12 മണി കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ തന്നെ. ഞാൻ ലൈറ്റ് കെടുത്തിയിട്ടാണ് പോയത്. ലാസ്റ്റ് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ലൈറ്റ് ഇട്ട് ഞാൻ വാതിൽ തുറന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കണ്ടായിരുന്നു. അതും ഇരുട്ടത്ത് നമ്മുടെ മേലെപ്പറമ്പിൽ മറ്റേ നരേന്ദ്രപ്രസാദ് ലൈറ്റുമ്പോൾ ജഗതിയൊക്കെ തപ്പിത്തടഞ്ഞ് നടക്കൂലേ, അതേപോലെ ഇത് ഇതുങ്ങളുടെ അവസ്ഥ. പിന്നെ ഞാൻ വേഗം എല്ലാത്തിനും വീണ്ടും കൂട്ടിലാക്കിയിട്ടാണ് കേസ് ഞാൻ കിടന്നുറങ്ങി. ലൈറ്റും കടത്തി പിന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഇനി നിങ്ങൾ ഉറങ്ങി കാണുമായിരിക്കാം, കാരണം ഉറക്കത്തിലെ ആൾ തപ്പി നടക്കണ്ടായിരുന്നു. പിന്നെ എന്താണ്, കുഞ്ഞാപ്പി കുറേ പോയിട്ട് ഇന്നലെ അവനെ എലിയൊന്നും കിട്ടിയില്ല കേട്ടോ, പാവം. അവൻ നിരാശനായി തിരിച്ചു വന്ന് കിടന്നുറങ്ങി. കാരണം ഇന്ന് മോർണിംഗിൽ ഞാൻ രാവിലെ വന്ന് ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നോക്കിയപ്പോൾ എലിയൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി, അവൻ കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഓക്കെയാണ്. ഇതാ നമ്മുടെ സിംബക്കുട്ടനും ഓക്കെയാണ്. ഇതാണ്ടേ സിംബ ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ എല്ലാവരും ഒരാളുടെ പാലപ്പം കുടിക്കാൻ പറ്റുന്നത് കേട്ടോ. നോക്കിക്കോ, ഈ മുതുക്കം പിള്ളേരായി ഇതുങ്ങളെല്ലാം കേട്ടോ. ഇതാ ഇതുങ്ങളൊക്കെ ഇവനെ കൊല്ലുന്നു തോന്നുന്നുണ്ട്. ഇവളെ തള്ളച്ചിതായത് ഇവിടെ ഇരിപ്പുണ്ട്. പാൽ കൊടുക്കാൻ നോക്കിയിട്ട് അവൾ മോളിൽ കയറി ഒളിച്ചിരിക്കുന്നു. ചിലപ്പോൾ അവൾക്ക് പാലില്ലായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും കുഞ്ഞിക്ക് പാലൊന്നുമില്ല, അവൾ കിടന്നു കൊടുക്കുന്നു പാവം. പിന്നെ നമ്മളെ സിംബക്കുട്ടും താണ്ടേ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സമാധാനമുണ്ട് എനിക്ക്. ഇച്ചിരി വേദപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ആളിനി ആക്റ്റീവ് ആവേണ്ട താമസമുള്ളൂ. നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി ബാക്കിയെല്ലാം പിന്നെ